നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചാണ്. കുറച്ച് ഭാഗമാണ് പഠിക്കുന്നത്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. 1856 ആഗസ്റ്റ് 20 ജനിച്ചിട്ടുള്ളത് കേട്ടോ. ജന്മസ്ഥലം ചെമ്പഴന്തി. ജന്മഗൃഹം അറിയപ്പെടുന്നത് വയൽവാരം വീട്. ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിലാണ് ജനിച്ചിട്ടുള്ളത്. കുട്ടിക്കാലത്തെ പേര് നാരായണൻ എന്നാണ്. 1928 സമാധി ആയത് കേട്ടോ. സെപ്റ്റംബർ 20 ഡേറ്റ് വരുന്നത്. നാണുവാഷൻ എന്നറിയപ്പെട്ടിരുന്ന നേതാവ്. നാണുവാഷൻ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ. കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ. കോടതികളിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ശ്രീലങ്കയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരുവാണ്. നൂറ്റാണ്ടിൻ്റെ മലയാളിയായി മലയാള മനോരമ തിരഞ്ഞെടുത്ത വ്യക്തി. നൂറ്റാണ്ടിൻ്റെ മലയാളിയായി മലയാള മനോരമ തിരഞ്ഞെടുത്ത വ്യക്തി. ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി. ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി. ജനനവും മരണവും അവധി ദിവസമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ. ജനനവും മരണവും അവധി ദിവസമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ. ജീവിച്ചിരിക്കെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിൻ്റെ സഹോദരിമാർ കൊച്ചുദേവി, കൊച്ചുമാത. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ ഗുരു കണ്ണങ്കര മൂത്തപിള്ള ആശാൻ. ഹഠയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിന് പകർന്നു നൽകിയ വ്യക്തി. ഹഠയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിന് പകർന്നു നൽകിയ വ്യക്തിയാണ് തൈക്കാട് അയ്യ. ശ്രീനാരായണ ഗുരുവിന് തൈക്കാട് അയ്യയെ പരിചയപ്പെടുത്തി കൊടുത്ത നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമി. ശ്രീനാരായണ ഗുരുവിന് തൈക്കാട് അയ്യയെ പരിചയപ്പെടുത്തി കൊടുത്തത് ചട്ടമ്പി സ്വാമിയാണ്. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ച വർഷം 1887. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം 1888. പ്രതിഷ്ഠ നടത്തിയത് 1888. അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്ത സ്ഥലമാണ് നെയ്യാറിലെ ശങ്കരൻകുഴി. നെയ്യാറിലെ ശങ്കരൻകുഴി. അരുവിപ്പുറം എവിടെയാണ്? നെയ്യാറ്റിൻകരയിലാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലാണ് അരുവിപ്പുറം.